അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 5 വൈൽഡ് കാർഡുകൾ ഒന്നിച്ചു കയറാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക്. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 വൈൽഡ് കാർഡുകൾ ഒന്നിച്ചു കയറുന്നത്. മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരുപാടധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ 6 പേരാണ് കയറുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതുവരെ ഒരാളുടെ കാര്യത്തിൽ 100% ഉറപ്പ് പറയാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് 5 വൈൽഡ് കാർഡുകളെ പറ്റിയാണ്. അതോടൊപ്പം തന്നെ സിജോ എന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരും. അതിനെ പറ്റിയും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സിജോന്റെ മെഡിക്കൽ കണ്ടീഷനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു പേരുള്ള 2 വൈൽഡ് കാർഡുകൾ വരുന്നു. അഭിഷേക് ശ്രീകുമാർ ആൻഡ് അഭിഷേക് ജയദീപ്. ഇവർ 2 പേരും ഒരു പേര് മാത്രമേ ഉള്ളൂ. കളികളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതിനെപ്പറ്റി നമുക്ക് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ബിഗ് ബോസിന്റെ വെൽ പ്ലാൻഡ് ഗെയിമാണ് ഇവർ 2 പേരെയും ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ആദ്യമായിട്ട് വൈൽഡ് കാർഡായിട്ട് എത്താൻ പോകുന്നത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ്. ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സായി കൃഷ്ണ. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞടങ്ങുന്ന എല്ലാ കണ്ടന്റുകളും എടുത്ത് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല ടോക്കിംഗ് സ്കില്ലുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ കൂടി റിവ്യൂവർ ആണ് പുള്ളിക്കാരൻ. എന്തൊക്കെയായാലും സീസൺ കിളിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. സായി കൃഷ്ണയെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. സായിയുടെ ഗെയിം കാണാനായിട്ട് നല്ല താല്പര്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. സായി കൃഷ്ണ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വൈൽഡ് കാർഡിന്റെ രൂപത്തിൽ എത്തുകയാണ്. 2 വർഷമായി സായിയെ ബിഗ് ബോസിൽ കാണാനായിട്ട് കാത്തിരിക്കുന്നു. സീസൺ 5ഉം സീസൺ 6ഉം ഇതാ എത്തുകയാണ് സായി കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക്. അടുത്തതായിട്ട് രണ്ടാമതായിട്ട് കയറുന്നത് നമ്മുടെ വെറൈറ്റി മീഡിയ ആങ്കർ ആയിട്ടുള്ള പൂജ കൃഷ്ണയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ആദ്യം മുതൽക്കുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പൂജ കൃഷ്ണ. പിന്നീട് ഒരു സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ വൈൽഡ് കാർഡിന്റെ രൂപത്തിൽ പൂജ കൃഷ്ണയും ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് എത്തുകയാണ്. അടിപൊളി ഗെയിമും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. കാരണം ബിഗ് ബോസിന്റെ ഒരുപാട് വർഷത്തെ കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്തും ബിഗ് ബോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പൂജ കൃഷ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ ഇനി ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോകുന്നതെന്ന്. അടുത്തതായിട്ട് വരുന്നത് DJ സിബിനാണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗറിലൂടെയാണ് DJ സിബിൻ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ട് മ്യൂസിക്കിലും ഏഷ്യാനെറ്റ് എന്ത് പരിപാടി നടത്തിയാലും DJ ഉണ്ടെങ്കിൽ അത് സിബിന്റെ വകയാണ്. അപ്പൊ നമുക്ക് നോക്കാം DJ സിബിൻ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കാൻ പോകുന്നതെന്ന്. നമ്മളാണ് ആദ്യമായിട്ട് DJ സിബിന്റെ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നാൾക്ക് മുന്നേ തന്നെ നമ്മളിട്ട ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരുപാട് നാൾക്ക് മുന്നേ തന്നെ നമ്മളിട്ട പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞൊരു പേര് തന്നെയാണ് DJ സിബിൻ. ഇപ്പോൾ വൈൽഡ് കാർഡിന്റെ രൂപത്തിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കോണ്ടന്റുകൾ തരാൻ പോകുന്നതെന്ന്. പിന്നീട് നമുക്ക് സംസാരിക്കാനുള്ള 2 പേരാണ് അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും. ഇവർ 2 പേരും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ള കാര്യം ഏകദേശം 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അഭിഷേക് ശ്രീകുമാറിനെ പറ്റി പറയാം. പുള്ളിക്കാരൻ LGBTQ കമ്മ്യൂണിറ്റിനെ നല്ല രീതിയിൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത, ഒട്ടും താല്പര്യമില്ലാത്ത, അതിനെ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു. അത് ഹാക്ക് ചെയ്ത് പോയി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഒരു ബോഡി ബിൽഡർ കൂടിയാണ് പുള്ളിക്കാരൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വൈൽഡ് കാർഡിന്റെ രൂപത്തിൽ എത്തുകയാണ്. ഇനി അഭിഷേക് ജയദീപിന്റെ കാര്യം. പുള്ളിക്കാരൻ LGBTQ കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത്. ഒരു ഗേ ആണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ ഗേ പട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട് 2023ന്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ ഗേ അല്ലെങ്കിൽ LGBTQ പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാടധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർ 2 പേരും കൂടി കൂട്ടിമുട്ടുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ പോരെ. ഒരാൾ എതിർക്കുന്നയാള്, ഒരാൾ സപ്പോർട്ട് ചെയ്യുന്ന ആള്. അപ്പൊ നമുക്ക് നോക്കാം. പേര് മാത്രമേ ഒന്നേ ഉള്ളൂ. കളി 2 ആയിരിക്കും. അടിച്ച് പൊളിച്ച് കളിക്കും. പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സിജോ എന്ന് വരും. ഇപ്പൊ 5 വൈൽഡ് കാർഡുകൾ ഒന്നിച്ച് കയറാൻ പോവുകയാണ്. സിജോ എന്ന് വരും എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. സിജോന്റെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സിജോന് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സോളിഡ് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് സിജോന് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. വായിലിട്ടിരിക്കുന്ന പ്ലേറ്റും ബാൻഡേജും ഇതുവരെയായിട്ടും റിമൂവ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ സിജോ ഫിസിക്കലി ഇപ്പോൾ ഫിറ്റ്
ഇഷ്ടമാണ്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏപ്രിൽ 10-ാം തീയതിക്കുള്ളിൽ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാൻ പറ്റുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം അൺഒഫീഷ്യലായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് സിജോന് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ലിക്വിഡ് ഫുഡ് കഴിക്കുമ്പോഴും അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ട്. ഇപ്പോഴും വിശ്രമാവസ്ഥയിൽ തന്നെയാണ്. സിജോ BB ഹോട്ടലിൽ തന്നെയാണുള്ളത്. നാട്ടിലേക്ക് ഒന്നും പോയിട്ടില്ല. 24 മണിക്കൂറും സിജോന്റെ ഒപ്പം ഒരു ബിഗ് ബോസിന്റെ ക്രൂ മെമ്പർ ഉണ്ട്. അതോടൊപ്പം തന്നെ സിജോ ഏപ്രിൽ 10-നുള്ളിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. 100% ഉറപ്പ് പറയുന്നില്ല. പിന്നീട് കുറെ പേര് പറയുന്നുണ്ട് സിജോന് ഇനി ബിഗ് ബോസിലേക്ക് വരാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഈ ഒരു 5 വൈൽഡ് കാർഡ്സിനെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ഇതുവരെയും എവിടെ നിന്നും കേട്ടിട്ടില്ല. സിജോ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബിഗ് ബോസ് അതിനുവേണ്ടി 100% ശ്രമിക്കുമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ബിഗ് ബോസിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ഏറ്റുവാങ്ങിയത്. തീർച്ചയായിട്ടും റോക്കി അടിക്കാനായിട്ട് സിജോനും സാധിക്കുമായിരുന്നു. അതിനുള്ള ശ്രമം പോലും സിജോന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ബിഗ് ബോസിന് കൊടുക്കുന്ന വാല്യൂ കൊണ്ടാണ്. ഇതുവരെ ഞാൻ കണ്ടതിൽ ബിഗ് ബോസിൽ വന്ന കണ്ടസ്റ്റൻസിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സിജോനെ തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വരണമെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് എങ്ങനെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. അൺപ്രഡിക്റ്റബിൾ ആണ് ഈ ഷോ. മാറ്റി പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി മാറ്റങ്ങളെന്ന് നമുക്കറിയില്ല. സിജോന്റെ കാര്യത്തിൽ സിജോനെ മാറ്റാതിരുന്നാൽ മതി, വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റി പിടിച്ചോളൂ. സിജോനെ മാറ്റി പിടിക്കുന്ന രീതിയിൽ ഒരു ഗെയിം ബിഗ് ബോസ് കളിക്കാതിരിക്കുക. കാരണം അത്രമാത്രം ആ ഒരു പ്ലാറ്റ്ഫോം അർഹിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ തീർച്ചയായിട്ടും ചതിക്കാതിരിക്കുക. എന്തൊക്കെയായാലും 5 വൈൽഡ് കാർഡുകൾ എത്തുകയാണ്. ഗെയിമുകളെല്ലാം ടെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പുതിയ ഒരു ബിഗ് ബോസ് തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ സെക്കൻഡ് ഗ്രാൻഡ് ലോഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഞായറാഴ്ച കാണാം ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിൽ പല കോണിൽ നിന്നും 5 വൈൽഡ് കാർഡുകൾ ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. 6ാമത് ഒരാൾ കൂടി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പേരും നമുക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടും നമ്മൾ പറയുന്നില്ല. ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്തായാലും നോക്കാം. 100% ഉറപ്പിച്ച് പറയാവുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് അതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാത്തത്. വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കേണ്ട കാര്യം നമുക്കില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ 6ാമത് ഒരാളുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾക്ക് 100% കിട്ടിയ പേരുകളാണ് ഈ പറഞ്ഞ DJ സിബിൻ, സായി കൃഷ്ണ, പൂജ കൃഷ്ണ, അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദേവും. ഇവർ 5 പേരും 100% ഉറപ്പായവരാണ്. ഇവർ ഇതിനോടകം തന്നെ ബിഗ് ബോസിൽ കയറുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങും. ലാലേട്ടൻ എത്തും. നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഗെയിം മാറി വരിക എന്നുള്ളത്. സിജോന്റെ കാര്യത്തിൽ കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സിജോ എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് ഇടണേ.